വാതിൽ തുറന്ന് റൂമിൽ കയറിയ റീന നേരെ നോക്കിയത് ഡോക്ടർ രതിയുടെ മുഖത്താണ്. ഡോക്ടർ രതി റീനയെ ദേഷ്യത്തോടെ തുറിച്ചു നോക്കി. ഈ സമയം മറ്റുള്ളവരെല്ലാവരും റീനയെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സോറി മാം, വൈകിപ്പോയി. വരുന്ന വഴിയിൽ ഒരു പ്രശ്നം, റീന ഡോക്ടറോട് പറഞ്ഞു. എന്ത് പ്രശ്നം? രതി ഡോക്ടർ അവളോട് ചോദിച്ചു. അത് മാം, ഹോസ്റ്റലിൽ കറണ്ടില്ല, വെള്ളം കൂടി വരുന്നില്ല. പിന്നെ വരുന്ന വഴിയിൽ ഓട്ടോയും കിട്ടിയില്ല. കിട്ടിയ ഓട്ടോയിൽ വരുമ്പോഴാണെങ്കിൽ ഏതോ ഒരുത്തൻ എൻ്റെ കയ്യിലുള്ള പണവും എടുത്തു പോയി, റീന ഡോക്ടറോട് പറഞ്ഞു. ഓ, വലിയ പ്രശ്നം, രതി ഡോക്ടർ പറഞ്ഞു. ഇത് കേട്ട് സമാധാനത്തോടെ റീന പറഞ്ഞു. താങ്ക്സ് മാം, താങ്ക്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. അതും പറഞ്ഞ് അവൾ ഉള്ളിലേക്ക് കയറാൻ പോയപ്പോൾ ഡു 15 സ്കോട്ട്സ് എന്ന് രതി ഡോക്ടർ പറഞ്ഞു. എന്ത്? ഡു 15 സ്കോട്ട്സ്, രതി ഡോക്ടർ ദേഷ്യത്തോടെ വീണ്ടും പറഞ്ഞു. ഇത് കേട്ട അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നെട്ടി, കൂടെ റീനയും. ഇങ്ങോട്ട് നോക്ക്, 100 സ്കോട്ട്സ് ചെയ്യുകയാണെങ്കിൽ നിനക്കിന്ന് ഇവിടുന്ന് നടക്കാൻ പോലും പറ്റില്ല. നിനക്ക് നല്ലത് 15 സ്കോട്ട്സ് ആണ്, ഡോക്ടർ രതി പറഞ്ഞു. ഇത് കേട്ട റീന വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. പാവം റീന പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ നിന്ന് തന്നെ ചെയ്യാൻ തുടങ്ങി. ഇത് ഓരോന്നായി എണ്ണിക്കൊണ്ട് രതി ഡോക്ടർ അവിടെ ഇരുന്നു. ബാക്കിയുള്ളവരായി ബാക്കിലായി നിന്നു. വളരെ സങ്കടത്തോടെയാണ് റീന ഓരോ സ്കോട്ട്സും ചെയ്യുന്നത്. പക്ഷേ ഒരു കണ്ണിച്ചോരയും കാണിക്കാതെ രതി ഡോക്ടർ. ഈ കാരണങ്ങളൊക്കെ മരണത്തിനോട് മല്ലടിച്ച് കിടക്കുന്നവരോട് പറയാൻ പറ്റുമോ? രതി ഡോക്ടർ അവളോട് ചോദിച്ചു. ഇല്ല മാം, പറ്റില്ല, റീന പറഞ്ഞു. ഇതുപോലുള്ള കാരണങ്ങൾ നിങ്ങൾക്കും ഉണ്ടായാൽ ഇതുപോലെ ചെയ്യാൻ നിങ്ങളും റെഡി ആയിക്കോ, രതി മാം മറ്റുള്ള 4 പേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എല്ലാവരും വളരെ സങ്കടത്തോടെ നിന്നു. അരുണ, ഹോസ്പിറ്റലിൽ എന്തെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയെല്ലാം ഉണ്ടെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്ക്, രതി ഡോക്ടർ ഹെഡ് നേഴ്സിനോട് പറഞ്ഞു. ഓക്കെ മാം, ഞാൻ ചെയ്യാം എന്ന് അരുണ പറഞ്ഞു. പിന്നെ ഇന്ന് വൈകുന്നേരം ഞാൻ പറയാം ആരെയെല്ലാം അസൈൻ ചെയ്യണമെന്ന്, ഡോക്ടർ രതി പറഞ്ഞു. ഓക്കെ മാം, ശരി എന്ന് ഹെഡ് നേഴ്സ് പറഞ്ഞു. അത് കഴിഞ്ഞ് രതി ഡോക്ടർ നേരെ റീനയുടെ അടുത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. മതി, നിർത്ത്, ഇനി ഒരിക്കലും ലേറ്റായി വരരുത്. ഇത് കേട്ട റീന സമാധാനത്തോടെ തലയാട്ടി. എല്ലാവരെയും അവൾ നോക്കി. അത് കഴിഞ്ഞ് എല്ലാവരും ഒരു ഡ്രസ്സിംഗ് റൂമിൽ കൂടിയിരിക്കുകയായിരുന്നു. എല്ലാവരും ഡ്രസ് ചേഞ്ച് ചെയ്യുമായിരുന്നു. ഇതിനിടയിൽ ഗുണ പറഞ്ഞു. ലേറ്റായി വരുന്നത് ഇത്ര വലിയ തെറ്റാണോ? ഇവരെന്തിനാ ഇങ്ങനെയുള്ള പണിഷ്മെൻ്റ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്? നമ്മളെല്ലാവരും ഡോക്ടേഴ്സ്മാരാണ്. ഇത് ഹോസ്പിറ്റലോ അതോ മിലിറ്ററി ക്യാമ്പോ? സ്കോട്ട്സ് എല്ലാം ചെയ്യിപ്പിക്കുന്നു. എല്ലാവരെയും നോക്കി തേജശ്രീയാണ് അത് പറഞ്ഞത്. അതെ, പറഞ്ഞ പോലെ ഇത് മിലിറ്ററി ക്യാമ്പ് പോലെ ഉണ്ട്. നമ്മളൊന്നും ഡോക്ടേഴ്സ് ആകില്ല, ഡെഡ് ബോഡീസ് ആകും, ഗുണ പറഞ്ഞു. ശരിയാ, ഇങ്ങനെയെല്ലാം പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് കുറച്ച് കൂടുതലാണ്, തേജശ്രീ പറഞ്ഞു. ഇത് കേട്ടു നിന്ന നവീൻ പറഞ്ഞു. ഇത് നോക്ക്, അവർ പറയുന്നതിലും ഒരു കാരണമുണ്ട്. വരുന്ന പേഷ്യൻസിനോട് ഓരോ കാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റുമോ? ഓ, പഠിപ്പിയാണോ നീ? ഫസ്റ്റ് ബെഞ്ചിലിരുന്ന് ടീച്ചേഴ്സ് പറയുന്നതെല്ലാം കേട്ട് നല്ല കുട്ടിയായി നടക്കുന്ന ആളാണോ നീ? തേജശ്രീ നെവിനോട് ചോദിച്ചു. നോക്ക്, എനിക്കിവിടെ നല്ല പേരുണ്ടാക്കണമെന്നൊന്നുമില്ല, എനിക്കൊരു നല്ല ഡോക്ടറാകണം, അത്രയേ ഉള്ളൂ, നെവിൻ എല്ലാവരെയും നോക്കി പറഞ്ഞു. എന്ത്? യു വാണ്ട് ടു ബി എ ഗുഡ് ഡോക്ടർ? അപ്പോൾ നിങ്ങൾക്കാർക്കും കുറേ ക്യാഷ് ഉണ്ടാക്കണം, നല്ല വീടുണ്ടാക്കണം, നല്ല കാറ് വാങ്ങണം എന്നൊന്നും തോന്നുന്നില്ലേ? അതോ ചുമ്മാ അഭിനയിക്കുകയാണോ നിങ്ങൾ? തേജശ്രീ എല്ലാവരെയും നോക്കി ചോദിച്ചു. ഇത് കേട്ട എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. ഇതിനിടയിൽ പെട്ടെന്ന് ഒരു കൈ പൊക്കിക്കൊണ്ട് റീന പറഞ്ഞു. എനിക്ക് തോന്നുന്നുണ്ട്. ഇത് കേട്ട ഗുണയും പറയുന്നു. എനിക്കും തോന്നുന്നുണ്ട്. അതാ ബാക്കിൽ നിന്നും റോക്കിയും. എനിക്കും തോന്നുന്നുണ്ട്. ഇത് കേട്ട നെവിൻ ചെറുതായിട്ട് ചമ്മിക്കൊണ്ട് പറഞ്ഞു. എനിക്കിപ്പോൾ ചെറുതായിട്ട് തോന്നുന്നുണ്ട്. ഇത് കേട്ട് എല്ലാവരും കൂടി ചിരിക്കാൻ തുടങ്ങി. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് റൂമിലേക്ക് കയറി വന്ന സീനിയർ ഡോക്ടർ രവി ചോദിച്ചു. കൂടെ സീനിയറായ അനിതയും ഉണ്ടായിരുന്നു. ഇല്ല സാർ, ഞങ്ങൾ ചുമ്മാ,
റീന അവരോട് പറഞ്ഞു. സാറെന്ന് വിളിക്കണ്ട, രവി എന്ന് മാത്രം വിളിച്ചാൽ മതി. രവി അവളോട് പറഞ്ഞു. ഇത് കേട്ട ഗുണ ചാടിക്കേറി പറഞ്ഞു, ഏയ് അതൊന്നുമില്ല രവി, അതെന്താന്ന് വെച്ചാ. രവി എന്നാ? അതൊന്നും വേണ്ട, നീ എന്നെ സാറെന്ന് മാത്രം വിളിച്ചാൽ മതി, രവി ഗുണയോട് പറഞ്ഞു. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് കൂടെ വന്ന സീനിയർ അനിത പറഞ്ഞു, വിടടാ പാവം, ഫസ്റ്റ് ദിവസം തന്നെ. ഓക്കെ, ഐ ആം രവി ആൻഡ് ദിസ് ഇസ് അനിത. ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പം തൊട്ടേ ഭയങ്കര ഫ്രണ്ട്സാണ്. ഇപ്പോൾ ഇവിടെ സർജൻസാണ്. എല്ലാത്തിനും പുറമെ നിങ്ങളെല്ലാവരുടെയും സീനിയേഴ്സും. അതും പറഞ്ഞുകൊണ്ട് രവി അനിതയെ നോക്കി ചോദിച്ചു, അല്ല അനിത, നിനക്ക് നിൻ്റെ വീട്ടിൽ കല്യാണം ആലോചിക്കുന്നില്ലേ? ആ ഉണ്ടടാ. ഇവരെല്ലാരെങ്കിലും നിനക്ക് ചേരുമോ നോക്ക്. ഇത് കേട്ട അനിത എല്ലാവരെയും ഒന്ന് തമാശ രീതിയിൽ നോക്കി. അനിതയെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മുടി ചീകി ഷോ കാണിക്കുന്ന ഗുണയെ ഒന്ന് നല്ലവണ്ണം നോക്കി അനിത പറഞ്ഞു, ഇവൻ്റെ മൂഞ്ചി കൊള്ളില്ലടാ, എനിക്കൊന്നും വേണ്ട ഇവനെ. ആ അതെനിക്ക് മനസ്സിലായി. ശരി, അത് വിട്, നമുക്ക് വേറെ ആളെ നോക്കാം. ഓക്കെ, ഇനി ഞാൻ വിഷയത്തിലോട്ട് വരാം. ജൂനിയേഴ്സ് സീനിയേഴ്സിന് ട്രീറ്റെല്ലാം വെക്കണം. ഞങ്ങളുടെ സീനിയേഴ്സിന് വെച്ചു, അവർ അവരുടെ സീനിയേഴ്സിനും വെച്ചു. സോ ഇതിവിടെ നടക്കുന്ന ഒരാചാരമാണ്, അത് നിങ്ങളും ഫോളോ ചെയ്യണം. അപ്പോൾ എവിടെ വെച്ചെന്നാൽ ഞാൻ പിന്നെ പറയാം, റെഡിയായി ഇരുന്നോളൂ, രവി പറഞ്ഞു. നൈസ്. ആക്ച്വലി ഞാൻ വിചാരിച്ചു സീനിയേഴ്സ് എല്ലാം നല്ല സ്ട്രിക്റ്റ് ആയിരിക്കുമെന്ന്. പക്ഷെ നിങ്ങൾ വളരെ സ്വീറ്റാണ്. നവീനാണ് അത് പറഞ്ഞത്. ഇത് കേട്ട അനിത ഒന്ന് ചിരിച്ചു. അടുത്തുനിന്ന് രവി കുറച്ച് കലിപ്പിൽ പറഞ്ഞു, ഡാ, ഞാൻ ഇത്രയും നേരം സ്ട്രിക്റ്റായി തന്നെ സംസാരിച്ചത്, നിനക്കത് മനസ്സിലായില്ലേ? ഡേ വിടടാ, അവരെ ചുമ്മാ കളിപ്പിക്കാതെ. ചിരിച്ചുകൊണ്ട് അനിത രവിയുടെ തോളിൽ തട്ടി പറഞ്ഞു. ഓക്കെ, വെൽക്കം ടു RK ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് അനിത നെവിൻ്റെ നേരെ കൈ നീട്ടി. പക്ഷെ ഗുണ നെവിൻ്റെ കൈ തട്ടി മാറ്റി ചാടിക്കേറി അനിതയുടെ കയ്യിൽ പിടിച്ചു. ഐ ആം ഗുണ എന്ന് മൂളിക്കൊണ്ട് അനിത ചെറുതായി ഒന്ന് ചിരിച്ചു. ഡി, നീ എല്ലാത്തിനും അവൻ്റെ അടുത്ത് കുറച്ച് ജാഗ്രതയോടെ ഇരുന്നോ, രവി അനിതയോട് പറഞ്ഞു. അങ്ങനെ അവരവിടെ നിന്ന് പിരിഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ ഹാളിൽ വെച്ചിരുന്ന ഒരു ഫോട്ടോ നോക്കി എല്ലാവരും നിന്നു. മരിച്ചുപോയോ? ഗുണ ആ ഫോട്ടോ നോക്കി നേഴ്സിനോട് ചോദിച്ചു. ഇവരാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഫൗണ്ടർ RK സാർ. ഇനിയും മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ട്, നേഴ്സ് കലിപ്പിൽ പറഞ്ഞു. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോയി. പക്ഷെ റീനയും തേജശ്രീയും പോയില്ല. ആ ഫോട്ടോ നോക്കി തേജശ്രീ പറഞ്ഞു, എന്താല്ലേ ഇയാളുടെ ലൈഫിൽ ഒരു പ്രശ്നവും ഉണ്ടായില്ല. ഭാഗ്യവാൻ. ജീവിക്കുകയാണെങ്കിൽ ഇവരെ പോലെ ജീവിക്കണം. അങ്ങനെ അതും പറഞ്ഞ് അവർ രണ്ടുപേരും നടന്നു. ഈ സമയം RK സാറിൻ്റെ വീട്ടിൽ ഒരു വീൽ ചെയറിലിരുന്ന് RK സാർ ഫോൺ ബെല്ലടിച്ചത് എടുക്കാൻ കഷ്ടപ്പെടുന്നു. കുമാർ, കുമാർ എന്ന് അലറി വിളിക്കുന്നുണ്ട് RK സാർ. അവസാനം വിളി കേട്ട് ഓടി വന്ന കുമാർ, സോറി സാർ, കുറച്ച് പണിയിലായിരുന്നു, അതാ വൈകിയത്, കുമാർ പറഞ്ഞു. എത്ര പ്രാവശ്യം വിളിക്കണം? കലിപ്പോടെ RK സാർ ചോദിച്ചു. കുമാർ ആ ഫോൺ എടുക്ക്, ആരാണെന്ന് നോക്ക്. കുമാർ ആ കോൾ എടുത്തു. ഹലോ, ആരാണ്? മറുതലക്കിലെ സംസാരം കേട്ട് കുമാർ നെട്ടി. കംപ്ലൈൻറ്റാ, കുമാർ പറഞ്ഞു. ആരാ കുമാർ? എന്താ എന്താ പറ്റിയേ? RK സാർ ചോദിച്ചു. സാർ, നിങ്ങളുടെ ഫ്രണ്ട് മാധവനാണ്, കുമാർ പറഞ്ഞു. എന്താ എന്താ പ്രശ്നം? അവൻ അനിയോട് സംസാരിച്ചില്ലേ? സാർ ചോദിച്ചു. സാർ, നിങ്ങളുടെ അനിയൻ്റെ മേലെ പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നുവെന്ന് കുമാർ പറഞ്ഞു. പെട്ടെന്ന് ആരോ കോളിംഗ് ബെൽ അടിച്ചു. RK സാർ വീൽ ചെയറുമായി പോയി നോക്കുന്നു. ദാ വന്നിരിക്കുന്നു. ഓട്ടോയിൽ കയറി റീനയുടെ പണമെടുത്ത് ഓടിയവൻ. ഒരു കുപ്പിയുമുണ്ട് കയ്യിൽ, ചെറുതായിട്ട് ഒരാട്ടവുമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞോ എനിക്ക് കൗൺസിലിംഗ് വേണമെന്ന്? അവൻ ചോദിച്ചു. ഇല്ല നിയ, ആരോടെങ്കിലും ഒന്ന് ഓപ്പണായി സംസാരിച്ചാൽ കുറച്ച് സമാധാനം കിട്ടുമെന്ന് കരുതി കുമാറാണ് അത് പറഞ്ഞത്. ഇവിടെ എന്നെക്കാളും നിറയെ പേർക്ക് കൗൺസിലിംഗ് അത്യാവശ്യമാണ്. ഫസ്റ്റ് അവർക്ക് കൊടുക്ക് കൗൺസിലിംഗ്. ആവശ്യമില്ലാത്ത ആളുകളെ അയച്ചാൽ ഇതാ പ്രശ്നം. ഇന്നലെ അവൻ്റെ വായിൽ ഫുൾ ബ്ലഡായിരുന്നു.
എൻ്റെ പേഴ്സ് വരെ കാണാതെ പോയി, അവൻ പറഞ്ഞു. ഇത് കേട്ട് ദേഷ്യത്തോടെ RK സാർ നോക്കി നിന്നു. ഇത് പിടി, കുടിക്കരുത്. കയ്യിലുള്ള കുപ്പി കുമാറിൻ്റെ കയ്യിൽ കൊടുത്ത് അവൻ വീടിൻ്റെ അകത്തേക്ക് പോയി. അനിയ, സ്റ്റെപ്പ് കയറുന്ന അവനെ കുമാർ പുറകിൽ നിന്നും വിളിച്ചു. എന്താ അനിയാന്ന്? നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. എന്നാൽ എനിക്കിഷ്ടപ്പെട്ട ആരും ഇവിടെയില്ല, മനസ്സിലായോ? അവൻ അവരോട് പറഞ്ഞു. അതും പറഞ്ഞ് അവൻ അവൻ്റെ റൂമിലേക്ക് പോയി. ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പുതിയൊരു ടീഷർട്ടും ഇട്ടുകൊണ്ട് ഒരു പുതിയ കുപ്പിയുമായി അവൻ താഴേക്ക് വന്നു. എനിക്ക് കുറച്ച് പണം വേണം, അവൻ ചോദിച്ചു. കുമാർ വേഗം പോക്കറ്റിൽ നിന്നും പണം എടുത്തു കൊടുത്തു. അവൻ അതുമായി പുറത്തേക്ക് നടന്നു. എന്താടാ ഇത്? നീ അവൻ ക്യാഷ് ചോദിക്കാൻ കാത്തു നിൽക്കായിരുന്നോ? ഉടനെ എടുത്ത് കൊടുക്കാൻ RK സാർ കുമാറിനോട് ചോദിച്ചു. അല്ല സാർ, അനിയൻ ചോദിച്ചപ്പോൾ കുമാർ തല താഴ്ത്തി പറഞ്ഞു. ഇത് കേട്ട RK സാർ ഒന്നും മിണ്ടിയില്ല. ദാ വരുന്നു അവൻ വീണ്ടും ഇവരുടെ അടുത്തേക്ക്. കാറിൻ്റെ ചാവിതാ, അവൻ കുമാറിനോട് വീണ്ടും ചോദിച്ചു. ഉടനെ കുമാർ ചാവി എടുത്തു കൊടുത്തു. അവൻ അതും കൊണ്ടുപോയി. ഇതേ സമയം ഹോസ്പിറ്റലിൽ. ഇത് എമർജൻസി റൂമാണ്. രോഗിയുടെ അവസ്ഥ മനസ്സിലാക്കി ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ച് അതിനുശേഷം ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ ഹാൻഡ് ഓവർ ചെയ്യും. ഹെഡ് നേഴ്സ് അവരോട് പറഞ്ഞു. നമ്മളും ഡോക്ടർമാർ തന്നെയല്ലേ, നമ്മളോട് എന്തിനാ ഇതെല്ലാം പറയുന്നത്? റോക്കി എല്ലാവരോടും ചോദിച്ചു. രതി മാം പറയാൻ പറഞ്ഞതാ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഹെഡ് നേഴ്സ് പറഞ്ഞു. പെട്ടെന്ന് ചോരയിൽ കുളിച്ച ഒരു ആക്സിഡൻറ്റ് കേസ് അങ്ങോട്ടേക്ക് വന്നു. എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി. ആ പേഷ്യൻ്റ് വേദന കൊണ്ട് അലറുന്നുണ്ടായിരുന്നു. ഇവർ 5 പേരും ചേർന്ന് അയാളെ നോക്കാൻ തുടങ്ങി. രതിമാവിനെ ഇൻഫോം ചെയ്തോ? ഗുണ ചോദിച്ചു. ആ ചെയ്തു, ആരോ അവിടെ നിന്ന് പറഞ്ഞു. ബ്ലീഡിങ് കൂടുതൽ വരുന്നുണ്ട്, എമർജൻസി ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ പ്രശ്നമാകും, റീന പറഞ്ഞു. അവരെല്ലാവരും പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. രതി മാം പെട്ടെന്ന് ഓടിയെത്തി. എന്താ സംഭവിച്ചേ? രതി മാം ചോദിച്ചു. മാം, ഇയാൾക്ക് നന്നായി ബ്ലീഡിങ് പോകുന്നുണ്ട്, ഇയാൾക്ക് BP കുറഞ്ഞു വരുന്നുണ്ട്, നേഴ്സ് രതി മാമിനോട് പറഞ്ഞു. രതി മാഡം പേഷ്യൻറ്റിനെ നോക്കിയ ശേഷം പറഞ്ഞു. ഇഞ്ചുറി വളരെ സിവിയറാണ്, വേദന സഹിക്കാൻ പറ്റില്ല, ഇത് വലിയൊരു മുറിവായിരിക്കാം, വേഗം ഓർത്തോ വിഭാഗത്തെ അറിയിക്കൂ. പിന്നെ ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കൂ, കുറേ ബ്ലഡ് പോയിട്ടുണ്ട്, വേഗം കുറച്ച് ബ്ലഡ് കൊടുത്താൽ രക്ഷിക്കാൻ സാധിക്കും, രതി ഡോക്ടർ പറഞ്ഞു. മാം, ഇതൊരു ആക്സിഡൻറ്റ് കേസാണ്, എന്തു ചെയ്യണം? തേജശ്രീ രതി മാഡത്തിനോട് ചോദിച്ചു. ഓക്കെ, പെട്ടെന്ന് പോലീസിൽ അറിയിക്കണം, രതി മാഡം പറഞ്ഞു. ഓക്കെ ശരി മാം. പേടിക്കണ്ട, നിങ്ങൾക്ക് പെയിൻ കില്ലർ തന്നിട്ടുണ്ട്, വേദന ഇപ്പോൾ കുറയും, ഗുണ പേഷ്യൻറ്റിനോട് പറഞ്ഞു. ആ സമയം അയാൾ കിടന്ന് നിലവിളിക്കുകയായിരുന്നു. പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു നേഴ്സ് ഓടി വന്ന് പറഞ്ഞു. അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവാണ്, അതാണെങ്കിൽ ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്കും ഇല്ല. അവിടെ ഇപ്പോൾ എത്ര യൂണിറ്റ് ഉണ്ട്? രതി മാം നേഴ്സിനോട് ചോദിച്ചു. 1 യൂണിറ്റേ ഉള്ളൂ എന്ന് ആ നേഴ്സ് പറഞ്ഞു. ബ്ലഡ് ബാങ്കിൽ നിന്നും എത്തണമെങ്കിൽ എത്ര നേരമാകും? രതി മാം വീണ്ടും ചോദിച്ചു. അത് ഒരു 2 മണിക്കൂറിനുള്ളിൽ എത്തും, നേഴ്സ് പറഞ്ഞു. ഓക്കെ, എന്നാൽ വേഗം വരാൻ പറയ്. പിന്നെ ഇവിടെയുള്ള ആ 1 യൂണിറ്റ് വേഗം കയറ്റണം. രതി മാം തേജശ്രീയോട് അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. തേജശ്രീ വേഗം തന്നെ അത് എടുക്കാനായി ഓടി. രതി ഡോക്ടറും എല്ലാവരും കൂടി ആ പേഷ്യൻറ്റിനെ നോക്കുമായിരുന്നു. രതിയുടെ അടുത്ത് നിന്നത് റീനയായിരുന്നു. റീന ചെയ്യുന്നതൊന്നും രതി മാഡത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഈ സമയം തേജശ്രീ കതകം തുറന്ന് ആ ബ്ലഡ് ബാഗും കൊണ്ട് ഓടി വന്നു. രതി ഡോക്ടറിൻ്റെ സ്വഭാവം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പതിയെ റീന ഡോക്ടറിൻ്റെ അടുത്ത് നിന്നും ബാഗിലേക്ക് നീങ്ങി. ബ്ലഡ് കൊണ്ടുവരുന്ന തേജശ്രീയെ റീന കണ്ടില്ല. നേരെ തേജശ്രീയുമായി റീന കൂട്ടിമുട്ടി. തേജശ്രീയുടെ കയ്യിലിരുന്ന ബ്ലഡ് ബാഗ് തെറിച്ച് താഴേക്ക് വീണു. എല്ലാവരും ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. നിലത്ത് ചിതറിക്കിടക്കുന്ന ബ്ലഡ്, ഒരു സൈഡിൽ റീനയും മറ്റു സൈഡിൽ രതി മാഡവും മറ്റുള്ളവരും. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും ആകെ തരിച്ചു നിന്നുപോയി. രതി ഡോക്ടർ റീനയുടെ കണ്ണിലേക്ക് തുറിച്ചു നോക്കി. റീന ആകെ ഭയന്നു. സോറി മാം, സോറി, റീന പറഞ്ഞു. നിനക്ക് ബുദ്ധിയില്ലേ? ഒരു ഡോക്ടറാണെങ്കിൽ കണ്ണ് 4 ഭാഗത്തും വേണം.
ഇപ്പോൾ അയാളുടെ ജീവൻ പോയാലുണ്ടല്ലോ, നീയായിരിക്കും ഇതിന് കാരണം. ഇത് കേട്ട റീന ആകെ പേടിച്ച് വിറച്ചു നിന്നു. ഡോക്ടർമാരായ ഞങ്ങൾക്ക് അയാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്നില്ല. അയാളുടെ ജീവൻ പോകാൻ പോകുന്നു. ഇങ്ങനെയായാൽ നിനക്കൊരു നല്ല ഡോക്ടറാൻ കഴിയുമോ? രതി മാഡം റീനയോട് ദേഷ്യത്തോടെ ചോദിച്ചു. മതി, പുറത്തു പോ. ഇനി നീ ഇവിടെ നിൽക്കണ്ട. രതി മാഡം റീനയെ അവിടെ നിന്ന് പുറത്താക്കി. അപ്പോൾ ഇതിൻ്റെ തേർഡ് പാർട്ട് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ തേർഡ് പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ. എല്ലാവരും കാത്തിരിക്കുക.